ഇതുപോലെ ഒരു പാരച്യൂട്ടിൻ്റെ കുപ്പിയുണ്ടോ? കാലിയായ ബോട്ടിൽ മതി കേട്ടോ, എണ്ണയുള്ളതൊന്നും കൊണ്ടുവരല്ലേ. ഇനിയിപ്പോൾ ഇതന്നെ വേണമെന്നൊന്നുമില്ല, വേറെ ഏതെങ്കിലും കുപ്പിയായാലും മതി. എന്നിട്ട് ഞാൻ ആ കുപ്പി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ കുപ്പി ഒന്ന് ഇഷ്ടമുള്ള കളർ ചെയ്തെടുക്കുക. ഞാൻ കളറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ബഡ്സും അതുപോലെ ഒരു കളർ പേപ്പറാണ് കേട്ടോ വേണ്ടത്. ഇനിയിപ്പോൾ കളർ പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല, A4 സൈസ് പേപ്പർ ആയാലും മതി. പേപ്പറിൻ്റെ ഒരു സൈഡ് മടക്കിയിട്ട് അതൊന്ന് വെട്ടിയെടുക്കണം. ആ കട്ട് ചെയ്തെടുത്ത പേപ്പർ എന്ത് ചെയ്യുക, ഒന്നും കൂടി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് അകലം വിട്ട് കട്ട് ചെയ്യുക, ഒരുപാട് അടുപ്പിച്ച് കട്ട് ചെയ്യാതിരിക്കുക. ഞാൻ ചെയ്യുന്ന പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ അത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ കട്ട് ചെയ്തെടുത്ത ഭാഗം ഒന്ന് നമുക്ക് തിരിച്ച് മടക്കി കൊടുക്കാം കേട്ടോ. മടക്കി കൊടുക്കുന്ന സമയത്ത് ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് വല്ലാതെ അമർത്തി കൊടുക്കണ്ട. മടക്കിയതിന് ശേഷം ആ താഴ്ഭാഗം ഒന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ബഡ്സ് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബഡ്സിലേക്ക് നമുക്ക് ആ പേപ്പർ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് പശ തേച്ചിട്ട് അത് അങ്ങനെ ഫുള്ളായിട്ട് റോൾ ചെയ്തെടുക്കുക. വേറൊന്നുമല്ല, കുറച്ച് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം. കുറച്ചധികം ഫ്ലവേഴ്സ് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരത്തെ നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ബോട്ടിൽ, അതെടുക്കി. ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എന്തെങ്കിലും ഒരു പേപ്പർ എന്ത് ചെയ്യുക, അതിനുള്ളിൽ വെച്ച് കൊടുക്കുക. അതെന്തിനാണെന്നല്ലേ, നമ്മൾ നേരത്തെ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചില്ലേ, അത് വെച്ച് കൊടുക്കാനാണ്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ നേരത്തെ വെച്ച ആ ബോട്ടിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമുള്ള പാറ്റേൺസ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടോ. അങ്ങനെ പേപ്പറൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയില്ലേ, ആ ഫ്ലവേഴ്സും കൂടെ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.